ഹായ് ഫ്രണ്ട്സ്, വരണേ അമ്മേമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ നമ്മൾ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാം. ഞണ്ടെല്ലാം ഇത് ക്ലീനാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആദ്യം ചേർക്കണം. ഇനി കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം എടുത്ത് ഇവിടെ ഇതിലിട്ടിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കുറച്ച് കുരുമുളക് നമ്മൾ ചേർക്കണം. ഇത് വീട്ടിൽ പിടിച്ച് നമ്മുടെ കുറച്ച് കാന്താരി മുളകുണ്ട്. ഇതും കൂടി ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കണം. നമുക്ക് കുരുമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കുക. ആ മുളകും കൂടെ ഇട്ട് നമ്മളിത് പേസ്റ്റ് ആക്കി എടുക്കണം ആദ്യം. ഓക്കെ, ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പം നമ്മളിത് അരച്ച് പേസ്റ്റാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് നോക്കാം. ഇപ്പം നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി നമുക്ക് ഓണാക്കി എത്തിയില്ല. ഓക്കെ, ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നല്ല ഞണ്ട് റോസ്റ്റ്. ഓക്കെ, ചട്ടി ഒന്ന് ചൂടാട്ടെ. അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇനിയും നമ്മൾ എണ്ണ ഒന്ന് നല്ല ചട്ടിക്ക് ചൂടുണ്ട്, ചെറിയൊരു ചൂടായാൽ മതി. അത് എന്നിട്ട് ആ പേസ്റ്റ് ചേർത്ത് നോക്കണം. പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, പിന്നെ നമ്മുടെ ആ കാന്താരി മുളക്. ഒരു 4 കാന്താരി മുളക് നമ്മുടെ ഇവിടെ പിടിച്ച്. കുറച്ച് കുരുമുളകിന് ഓൾറെഡി എരിവുണ്ട്, കാന്താരിക്ക് നല്ല എരിവാണ്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കാന്താരി ഓപ്ഷൻ ആയിട്ടോ, ഉള്ളവർ ഇടുക. പച്ചമുളക് ഇടുക. ഓക്കെ, ഇതൊന്ന് മൂത്ത് പോകാൻ നോക്കണേ. ഇടയ്ക്കിടക്കിക്കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് ആ കളർ മാറി വരുമ്പോൾ നമ്മൾ സവാള കൂടെ വെച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കുക. സവാളയൊക്കെ അതിൻ്റെ അളവിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെടുത്ത അത്രയും ഞണ്ടിന് നമ്മൾ ആവശ്യത്തിന് ഓരോരുത്തർ ചിലർക്ക് എനിക്ക് സവാള ഇച്ചിരി കൂടുതലുള്ള ഇഷ്ടം. ആ പേസ്റ്റിലേക്ക് ഇങ്ങനെ റോസ്റ്റ് ആയി പറ്റിയിരിക്കുന്നു. അത് അത്യാവശ്യം കളർ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൊമാറ്റോ ചേർത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സവോള നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് സവോള ഇങ്ങനെ വഴണ്ട് വരുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ചട്ടിയല്ല ചിലപ്പം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ, വഴന്ന് വരട്ടെ. ഓക്കെ, സവോള വഴണ്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിലേക്ക് നമ്മൾ ആദ്യമേ ഇടുന്നത് മഞ്ഞൾപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി, ചെറിയ ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി. ഓൾറെഡി നമ്മൾ കുരുമുളകും കാന്താരിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1.25 ചെറിയ ടീസ്പൂൺ. ഓക്കെ, അത് ഇട്ടു. മുളക് ഇട്ടു. ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ആവശ്യത്തിനിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗരം മസാല കൂട്ട് പൊടിച്ചത് അത് ആവശ്യത്തിനിട്ട് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇപ്പം അമ്മയെ ഇപ്പോൾ യൂട്യൂബിലൊന്നും കാണുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത്, ആ അമ്മ വന്നാ എന്താ അമ്മേ
പറയാമേ. ഞാനുമായിട്ട് ചെയ്താൽ അവൻ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അവൻ്റെ വൈഫുമായിട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വരാത്തത്. ശരിയാ, ഇത് പറയാനായിരുന്നു ഇത്ര എന്നെ കൊണ്ട് ഓണാ. ഓക്കെ, അത് ശരി. എന്നെ ഒന്ന് കാണിച്ചേക്കെ. ഇല്ല, അമ്മ കാണിക്കുന്നില്ല. അമ്മ ഈ ചാനലിൽ നിന്ന് കട്ട് ചെയ്തിരിക്കും. ഇനി അമ്മയ്ക്ക് ഇതിൽ റോളില്ല. ഗെറ്റ് ഔട്ട് ഫ്രം ദി ഹൗസ്. അയ്യോ, ഗെറ്റ് ഔട്ട് ഫ്രം ദി ഹൗസ് എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ വീടല്ലേ. എൻ്റെ കിച്ചൺ, ഇതിപ്പോൾ ഞാനാണ് കിച്ചൻ്റെ. മോളെ നീ ഉണ്ടാക്ക്, ഞാനും എൻ്റെ ഭാര്യ. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തതെന്ന്. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പകുതി എന്നെ കൂടെ പണിയെടുപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാവം കേട്ടോ, എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. അതെ, തക്കാളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ആയി വരട്ടെ, പിടിക്കട്ടെ. ഓക്കെ, ഏകദേശം അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി മസാലയുടെ ഒക്കെ സ്മെല്ല് വരുമല്ലോ, അതുവരെ ഒന്ന് ആകട്ടെ. നമുക്ക് വേണമെന്നുള്ളതില്ല കുറച്ച് കറിവേപ്പിലയും മുളക്. അമ്മേ, എന്താ അമ്മേ? അമ്മ ഈ ചാനലിൽ നിന്ന് പുറത്താക്കിയുടെ പ്രതിഷേധമാണോ അമ്മേ? ആണോ? അമ്മ ഓർത്ത് വഴക്ക്. അപ്പം ഓക്കെ, നമ്മുടെ തക്കാളി ചേർക്കാനുള്ളൊരു പാകമായി. ആ പച്ചമണമൊക്കെ പോയി. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് നമ്മുടെ ഞണ്ട് ചേർക്കാം. ഞണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെ, അതിങ്ങനൊരു കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വെന്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഓക്കെ, അടച്ചു വെക്കാം. അപ്പോൾ ഓക്കെ, ഒന്ന് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ ഓക്കെ, നമ്മളത് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നൊന്ന് തക്കാളി ഒന്ന് നല്ലതായിട്ട് ഉടച്ച് ഇളക്കിയെല്ലാം കൊടുത്തായിരുന്നു. എന്നിട്ട് ആ എണ്ണ തെളിയുന്ന സമയമാകുമ്പോൾ നമ്മൾ ഞണ്ടി ചേർത്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇപ്പോൾ ഓക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് ഞണ്ട് എടുക്കട്ടെ. ഞാനിടാനാ? ഓക്കെ, എന്നാൽ ഞാൻ തന്നെ ഇടാം. ഒത്തിരി വലിയ ഞണ്ടൊന്നും അല്ല കേട്ടോ, വലിയ ഞണ്ടില്ല. സീസൺ സമയം ആകുന്നേ ഉള്ളൂ. നല്ല ആകാശം ഇരുണ്ട് കിടക്കുമ്പോഴാണ് നല്ല പൊന്നുള്ള ഞണ്ട് കിട്ടും. അച്ചാച്ചന് തോടും ഇഷ്ടം. തോടിൻ്റെ അകത്ത് ആ മാംസം തോടും ഇട്ട് ഓൾറെഡി നമ്മുടെ ഞണ്ടിനകത്ത് വെള്ളമുണ്ട്. എന്നാലും നമ്മളൊരു ലേശം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല മസാലയൊക്കെ കയറി ഇങ്ങ് പിടിച്ചോളും. കള്ളഞ്ഞണ്ട് ഉപ്പല്ലേ, അപ്പം എന്തായാലും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും നല്ലോണം. ഞണ്ടിന് പൊതുവെ വെള്ളമുണ്ട്. നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക, കൊച്ചു ഗ്ലാസ്സിൽ. ഞാനിത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് പറ്റിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ദേ മസാലയൊക്കെ നല്ലോണം റെഡിയാക്കിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് സെറ്റായി. ഇനി നമുക്ക് അടച്ചു വെച്ച് വെന്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് കണ്ടല്ലോ. ഞണ്ടൊക്കെ വെന്ത് നിങ്ങൾക്ക് ആ കളർ കാണാം കേട്ടോ, ഓറഞ്ച് കളറാവും കണ്ടോ. അപ്പം നമ്മൾ ഇതിൽ കുറച്ച് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ഇച്ചിരി പെരണ്ടങ്ങ് ഒത്തിരി പോകാതെ നമുക്ക് ഇത് കണ്ട റോസ്റ്റ് അയച്ച് ഗ്രേവിയും കൂടെ ഉള്ള ടൈപ്പ് ആക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചങ്ങ് പറ്റിച്ചാൽ മതി, വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ. സോറി, വെള്ളം ചേർത്താൽ നിങ്ങൾ തുറന്ന് വെച്ചങ്ങ് പറ്റിച്ചാൽ മതി. നമുക്ക് ഇച്ചിരി ഗ്രേവിയും കൂടെ വേണ്ടതുണ്ട് കേട്ടോ. അതെ, ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണം ലേശം കൂടെ ഞങ്ങളൊന്ന് പറ്റിക്കുന്നുണ്ട് തുറന്ന് വെച്ച്. ഒത്തിരി ഗ്രേവി ഉണ്ടല്ലോ കേട്ടോ. അല്ലാതെ മസാലയൊക്കെ നന്നായിട്ട് ഇത് പിടിച്ച് തിളച്ചത് എണ്ണയും തെളിഞ്ഞ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അമ്മയും മോനെ. അപ്പം അമ്മയായിട്ട് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അമ്മയും മോനും ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.